ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മീനുകൾ വീണ്ടും വളർത്തിയാൽ തുടങ്ങിയാലോ എന്നും പറഞ്ഞുള്ള തംബ്നെയിൽ വെച്ച് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ എവിടെയാണ് നമ്മൾ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ മീനാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ മറക്കാൻ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിക്കോട്ടെ അതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മാത്രം മതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഫാം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് നമ്മുടെ മുകൾ ഭാഗത്ത് നമ്മൾ ഷീറ്റിട്ടുണ്ട്, അല്ലാതെ താഴെ ഭാഗത്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഈ സൈഡ് മൊത്തം നെറ്റെല്ലാം കവർ ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഫാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. എല്ലാവർക്കും നമ്മുടെ ഹെവൻലി അക്വ ഫാമിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ബോർഡൊന്നും കാണുന്നില്ലല്ലേ, പക്ഷേ വൺ ഡേ നമ്മുടെ കാണുന്നതോ ഈ ഭാഗത്തായിട്ട് നമ്മൾ ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഹെവൻലി അക്വ ഫാം എന്ന് പറയുന്ന ബോർഡൊക്കെ വെച്ച് നമ്മളൊരു പൊളിക്കും. അപ്പോൾ നമ്മുടെ ആട്ടക്കുട്ടി ഇതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങളിലോട്ട്, ഫാമല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോയാലോ. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ഫാം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത്. മച്ചാമാരെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഫാമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഒരു സൈഡിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ആ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തു വരുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുകൾ ഭാഗം മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോൺ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഷേക്ക് ആവുന്നത്. കണ്ടോ, ഇത്രയും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ മെയിൻ ടാസ്ക്കാണ് ഈ കാണുന്ന ഭാഗം. ഇവിടെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് എന്ന് വെച്ചാൽ നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മീനുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. മുകൾ ഭാഗം ഷീറ്റ് കിടക്കുന്നത് കൊണ്ട് കണ്ടോ, ആ ഭാഗമൊക്കെ നമ്മൾ അടച്ചെടുക്കാറുണ്ട് കേട്ടോ. കാരണം ആ ഗ്യാപ്പെല്ലാം നമുക്ക് അടച്ചെടുക്കണം. അതുപോലെ തന്നെ ഷീറ്റിൽ 1-2 ഹോൾ ഇപ്പോഴും ഉണ്ട്, അത് നമുക്ക് അടച്ചെടുക്കണം. അപ്പോൾ കുറേ പരിപാടിയുണ്ട്, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കിവിടെ ഫാം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഫാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ, നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് ഫാം സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഫാമിൻ്റെ പേര് ഉദ്ദേശിക്കുന്ന ഹെവൻലി അക്വ ഫാം എന്നാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കാരണം ദാണ്ട ഈ പേര് കണ്ടോ, ഇത് വന്നിട്ട് ഹെവൻലി നിവാസം എന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പേര് ഹെവൻലി ആയതുകൊണ്ട് നമ്മുടെ ഫാമിൻ്റെ പേര് നമുക്ക് ഹെവൻലി അക്വ ഫാം എന്നാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മച്ചാമാരെ, നമ്മുടെ ഫാമിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് കുറച്ച് കല്ലൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പരിപാടി ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ചെറിയ കമ്പി ഉണ്ടോ, വലുതല്ല ചെറിയ കമ്പി, ആ കമ്പിയും ഇവിടെ ഒരു കമ്പി നിൽപ്പുണ്ട്. ഈ കമ്പിയും കട്ട് ചെയ്ത് നമുക്ക് ജോയിൻ്റ് അടിച്ച് ഈ കാണുന്ന മുകൾ ഫാമിൽ താഴെ അറ്റം വരെ കൊണ്ടെത്തിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഡോർ സെറ്റ് ചെയ്യാം. ഈ അറ്റത്ത് ഡോർ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കല്ല് വെച്ച് പൊക്കാനും ബാക്കി സെറ്റ് ചെയ്യാനും കേട്ടോ. നമ്മൾ എന്തുവരെ ചെയ്ത് വരുമ്പോൾ നമ്മൾ സൂപ്പർ ഫാം ആയിരിക്കും എന്ന് എന്തായാലും എനിക്ക് 100% വിശ്വാസമുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ക്ലിക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മീൻ വളർത്താൻ പറ്റും, വിൽക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഫാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ഡോറ് വരും. എൻ്റെ പ്ലാനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഡോറ് വരും. എന്നിട്ട് ഈ ഭാഗം മൊത്തം നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചാണ് കവർ ചെയ്യാൻ പോകുന്നത്. ആ ഭാഗം മാത്രമല്ല, ഈ കാണുന്ന എല്ലാ ഭാഗവും ഇവിടെ കുറച്ച് തുണിയെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന ഇത്രയും ഭാഗം ഫുള്ള് ഗ്രീൻ നെറ്റ് വെച്ചാണ് കേട്ടോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ ഫുള്ള് പ്രൈവസി ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കല്ല് വെച്ച് പൊക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന ചുടുകല്ല് വെച്ചിരിക്കുന്നുണ്ടോ, അതിൻ്റെ പുറത്ത് ഒരു വരി ചുടുകല്ലും കൂടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കാണുന്ന ഓരോ കുഴി ഉണ്ടാവും. ഇത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് വെച്ചിരിക്കുന്ന കമ്പിയാണ്. പക്ഷേ ഈ കമ്പി നമ്മൾ കോൺക്രീറ്റ് ചെയ്യാതെയാണ് നമുക്ക് തിരിക്കുന്നത്. അത് പണി കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺക്രീറ്റ് ഇടണം. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം കോൺക്രീറ്റ് ഇടാണ്ട് എന്നിട്ട് ഇവിടെ എല്ലാം കല്ല് വെച്ച് പൊക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഫുള്ള് കവറായി കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന മുകൾ ഭാഗത്ത് 1-2 ഹോളൊക്കെ ഉണ്ട് ഷീറ്റിൽ, അതെല്ലാം കവർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗം കണ്ടോ, ആ അടിഭാഗത്ത് മൊത്തം നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ മഴ പെയ്യുമ്പോൾ വെള്ളം ആകത്തിറങ്ങും കേട്ടോ. അതുകൊണ്ട് കുറേ ഹോളൊക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാം നമുക്ക് അടച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ഫാം സെറ്റ് ആവത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എന്താണ് പണിയെന്ന്. ഇവിടെ കിടക്കുന്ന പണിയുണ്ടോ, ഈ കാണുന്ന 4 തടിയാണ് നമുക്ക് ഇവിടെ കിടക്കുന്ന പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമുക്കിവിടെ മഹാഗണി എന്ന്. ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് മഹാഗണി എന്ന്. അപ്പോൾ നമ്മൾ മഹാഗണി മുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടത്. അപ്പോൾ ഈ മഹാഗണി കിടക്കുന്നത് കാരണം നമുക്ക് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കൊണ്ടിട്ട് നനയും, അങ്ങനെ ഒരുപാട് പണിയാവും. പക്ഷേ അത്
അപ്പോൾ നമ്മൾ അറപ്പിക്കാത്തത് കാരണം ഇവിടെ തന്നെ ഇട്ടിരിക്കാനാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു അറ്റത്തല്ലേ ഇരിക്കുന്നത്. അതാകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ 4 തടി ഒരുമിച്ചാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഇപ്പം ഞാൻ കുറച്ച് പലവ വെറുതെ ഇട്ടിരിക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ പട്ടിയല്ലോ തടിയോ എന്തെങ്കിലും വെച്ച് ഫുള്ള് പലവ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉറപ്പിൽ നല്ല നിരപ്പിൽ എന്തെങ്കിലും പലവ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് ഫ്രിഡ്ജ് ബോക്സോ ബേസിനോ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ തടി മാറ്റാതെ ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ബേസിനോ ഫ്രിഡ്ജ് ബോക്സോ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് മാറ്റി കഴിഞ്ഞാൽ പണിയാവും. പക്ഷേ നമ്മൾ ഒരു സമയം ഇതൊക്കെ ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നീട് മാറ്റണമെന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇവിടെ വരുന്ന ഡോറില്ലേ, ആ ഡോറൊക്കെ നമ്മൾ പൊളിച്ചു കൊടുത്താൽ മാത്രമേ ഈ സാധനം പിന്നെ ഇറക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത് വരുന്നിടത്ത് വെച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ലെവലാക്കിയിട്ട് വേണം നമുക്ക് മീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ബേസിനും ഫ്രിഡ്ജ് ബോക്സ് ആണ് കേട്ടോ. ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ സൈഡിൽ നമുക്ക് നിരത്തി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന സൈഡിൽ നിരത്തി വെച്ചാലും നമുക്ക് സെൻറ്ററിൽ കൂടെ നമുക്ക് നടന്നു പോകാനുള്ള വഴി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ആ നമ്മുടെ തടിയുടെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പാരൻറ്റ് സ്റ്റോക്കിനെല്ലാം ബേസിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ ഇതേപോലെ ഗപ്പി അതേപോലെ തന്നെ മീനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് മീനാണെന്നും കൂടെ ഒന്ന് കമൻറ്റൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ മച്ചാമാരെ കുറേ ദിവസമായി ലോങ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്, അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ തൊണ്ടയൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ ഒരുപാട് ദിവസം വ്ളോഗൊക്കെ എടുത്ത് ലോങ് വീഡിയോ ആയിട്ട് വന്നപ്പോൾ സംസാരിച്ച് ശീലമായി. ഇപ്പോൾ അങ്ങനെ വ്ളോഗൊന്നും അങ്ങനെ ലോങ് വീഡിയോസ് കുറവായത് കാരണം ഒരുപാടായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ എന്ന് പറയുന്നത് ഗപ്പി ഫൈറ്ററാണ് നമ്മൾ ആദ്യം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ ഏത് മീൻ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന മീനായിരിക്കണം ഞാൻ മാക്സിമം ആക്കിയാൽ നോക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് വളർത്താൻ പറ്റുന്ന ഫ്രിഡ്ജ് ബോക്സ് ബേസിൻ ഇത് രണ്ടിലും വളർത്താൻ പറ്റുന്ന ഏതെങ്കിലും മീനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ആ മീൻ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ വെച്ചോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് വന്നിട്ട് ആൻഡ് വ്ളോഗിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ ചാനൽ വന്നിട്ട് ഹെവൻലി അക്യൂഫ് ഫാം എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ 2 പേജൊക്കെ ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മൾ രണ്ടിലും നമ്മൾ മീനിൻ്റെ കാര്യങ്ങളും അല്ലാത്ത വ്ളോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം, പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.